കേരളത്തിലെ ആദ്യത്തെ ചില കാര്യങ്ങളാണ്. കേരളത്തിലെ ആദ്യത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് അത് പഠിക്കാം. അക്ഷയ കേന്ദ്രം അല്ലെ, അക്ഷയ കേന്ദ്രം ആരംഭിച്ച ആദ്യത്തെ പഞ്ചായത്ത് എന്ന് പറയുന്നത് എന്താണ്? പള്ളിക്കൽ പഞ്ചായത്താണ്. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് പോയിന്റ് ആണ്, നമുക്കറിയാം. അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കൽ പഞ്ചായത്താണ്. ഇനി തരിശുരഹിത പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് ചെങ്കൽ പഞ്ചായത്താണ്. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ്. തരിശുരഹിത പഞ്ചായത്ത് ചെങ്കൽ പഞ്ചായത്ത്, തരിശുരഹിത പഞ്ചായത്ത് ചെങ്കൽ എന്ന് പറയുന്ന പഞ്ചായത്ത് അത് തിരുവനന്തപുരം ജില്ലയാണ്. ഇനി നിയമസാക്ഷര വ്യവഹാര വിമുക്ത ഗ്രാമം എന്ന് പറയുന്നത് ഒല്ലൂക്കരയാണ്, തൃശ്ശൂരാണിത്. ഇതൊക്കെ പ്രീവിയസ് പോയിന്റ് ആണ്, കുറെ നാളായിട്ട് പഠിക്കുന്ന പോയിന്റുകളാണ് അല്ലെ. നിയമസാക്ഷര വ്യവഹാര വിമുക്ത ഗ്രാമം എന്ന് പറയുന്നത് ഒല്ലൂക്കരയാണ്. അതേപോലെ ഈ ലിറ്ററേറ്റ് പഞ്ചായത്ത് എന്ന് പറയുന്ന പള്ളിച്ചൽ പഞ്ചായത്താണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. ഈ ലിറ്ററേറ്റ് പഞ്ചായത്ത് പള്ളിച്ചൽ പഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ല. ഈ ഭരണ നഗരസഭ എന്ന് പറയുന്നത് തിരൂരാണ്, മലപ്പുറം ജില്ലയിൽ. ഈ ഭരണ നഗരസഭ തിരൂര്, മലപ്പുറം ജില്ലയിലാണ്. ഇനി വനിതാ ലഹരി വിമോചന കേന്ദ്രം ഏതാണ്? അത് കറുകുറ്റിയിലാണ്, എറണാകുളം ജില്ലയിൽ. എറണാകുളം ജില്ലയിൽ അല്ലെ, എറണാകുളം ജില്ലയിൽ. അപ്പോൾ അക്ഷയ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? അക്ഷയ കേന്ദ്രം ആദ്യം ആരംഭിച്ചത് പള്ളിക്കലാണ്, പള്ളിക്കൽ. അതേപോലെ തരിശുരഹിത പഞ്ചായത്ത് ചെങ്കലാണ്. നിയമസാക്ഷര വ്യവഹാര വിമുക്ത ഗ്രാമം ഒല്ലൂക്കരയാണ്. ഈ ലിറ്ററേറ്റ് പള്ളിച്ചലാണ്, ഈ ഭരണ നഗരസഭ തിരൂരാണ്. അതേപോലെ വനിതാ ലഹരി വിമോചന കേന്ദ്രം കറുകുറ്റിയാണ്, എറണാകുളം ജില്ലയിൽ. ഇനി വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരാരിക്കുളം തെക്കാണ് അല്ലെ. വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരാരിക്കുളം തെക്കാണ്. ക്യാഷ്ലെസ് കളക്ട്രേറ്റ് എന്നറിയപ്പെടുന്ന പത്തനംതിട്ടയാണ്. ക്യാഷ്ലെസ് കളക്ട്രേറ്റ് പത്തനംതിട്ട. ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂരാണ്. ഇതൊക്കെ പഴയ പോയിന്റുകളാണ് അല്ലെ, തിരുവനന്തപുരം ജില്ലയിൽ ശിശു സൗഹൃദ പഞ്ചായത്ത്. അതേപോലെ സമ്പൂർണ്ണ ഖാദി ഗ്രാമമുണ്ട്, അത് ബാലുശ്ശേരിയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. സമ്പൂർണ്ണ ഖാദി ഗ്രാമം ബാലുശ്ശേരി, കോഴിക്കോടാണ്. കോഴിക്കോട് അല്ലെ, ബാലുശ്ശേരി കോഴിക്കോട്. അടുത്തത് സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി അല്ലെ, സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി മലപ്പുറം ആണ്, സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി മലപ്പുറമാണ്. സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ അത് തമ്പാനൂരാണ്, തിരുവനന്തപുരം. സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തമ്പാനൂർ, തിരുവനന്തപുരം. റെഡ് ക്രോസ് ഗ്രാമങ്ങൾ ഏതൊക്കെയാണ്? കാപ്പിക്കലം, കുട്ടിയംവയൽ എന്നിവയാണ് റെഡ് ക്രോസ് ഗ്രാമങ്ങൾ. കാപ്പിക്കലം, കുട്ടിയംവയൽ. ഹൈടെക് ഗ്രാമപഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് പാമ്പാക്കുട, എറണാകുളം ജില്ലയിലാണ്. ഹൈടെക് ഗ്രാമപഞ്ചായത്ത് പാമ്പാക്കുട, എറണാകുളം ജില്ലയിൽ. തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം അത് തളിക്കുളമാണ്, തൃശ്ശൂർ ജില്ലയിൽ. തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം തളിക്കുളം, തൃശ്ശൂർ ജില്ല. ഗ്ലോബൽ ആർട്ട് വില്ലേജ് കാക്കണ്ണൻപാറ, കണ്ണൂർ ജില്ലയിലാണ്. ഗ്ലോബൽ ആർട്ട് വില്ലേജ് കാക്കണ്ണൻപാറ, കണ്ണൂർ ജില്ലയിലാണ്. സോളാർ പാർക്ക് എവിടെയാണ്? അത് അമ്പലത്തറ, തിരുവനന്തപുരം ജില്ലയിൽ. സോളാർ പാർക്ക് അമ്പലത്തറ, തിരുവനന്തപുരം ജില്ലയിൽ. സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കരയാണ്. മുല്ലക്കര അല്ലെ. നമുക്ക് ഇത്രയും പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം പഠിച്ചതിൽ നിന്നും. നമ്മൾ പറയുന്നത് വനിതാ ലഹരി വിമോചന കേന്ദ്രം കറുകുറ്റി. അതേപോലെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത്. അതേപോലെ ക്യാഷ്ലെസ് കളക്ട്രേറ്റ് പത്തനംതിട്ട. ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂര്. സമ്പൂർണ്ണ ഖാദി ഗ്രാമം ബാലുശ്ശേരി. സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി മലപ്പുറം. സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തമ്പാനൂര്. റെഡ് ക്രോസ് ഗ്രാമങ്ങൾ കാപ്പിക്കലം, കുട്ടിയംവയൽ. ഹൈടെക് ഗ്രാമപഞ്ചായത്ത് പാമ്പാക്കുട. തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം തളിക്കുളം. അതേപോലെ ഗ്ലോബൽ ആർട്ട് വില്ലേജ് കാക്കണ്ണൻപാറ. സോളാർ പാർക്ക് അമ്പലത്തറ. അതേപോലെ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കര. അപ്പോൾ ഇത്രയുമാണ് കേരളത്തിൽ ആദ്യത്തേതായിട്ട് വന്നിട്ടുള്ളത്.